എട്ടാം ശമ്പള കമ്മീഷനിലേക്കുള്ള ശുപാർശകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ 15 വരെ നീട്ടിയിരിക്കുകയാണ്. എട്ടാം ശമ്പള കമ്മീഷന്റെ ഏറ്റവും നിർണായക ശ്രദ്ധാകേന്ദ്രം അതിന്റെ ഫിറ്റ്മെന്റ് ഘടകമാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി ഈ മെട്രിക് ഏറ്റവും സൂക്ഷ്മമായാണ് ഇവർ പിന്തുടരുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ശമ്പള വർധനവ് ലഭിക്കാനുമൊക്കെ ഓരോ ദശകത്തിലും ഒരവസരം ലഭിക്കുന്നുണ്ട്. അത് അടുത്ത ദശകത്തിൽ വീണ്ടും നീണ്ടു നിൽക്കും. 3 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു സാധാരണ കരിയറിൽ ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരൻ സാധാരണയായി 3 മുതൽ 4 വരെ ശമ്പള കമ്മീഷനുകൾക്ക് സാക്ഷിയാകാറുണ്ട്. ഈ സാഹചര്യങ്ങളിൽ ഉയർന്ന ഫിറ്റ്മെന്റ് ദശലക്ഷക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഉപജീവന മാർഗം മെച്ചപ്പെടുത്തും. അന്തിമ മാജിക് നമ്പറിൽ, അതായത് ഫിറ്റ്മെന്റ് ഘടകത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാർ എല്ലാ ഘടകങ്ങളും, ആവശ്യങ്ങളും, സാമ്പത്തിക പ്രത്യാഘാതങ്ങളും പ്രചോദനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഗണിക്കണം. ഇത്തവണത്തെ ഫിറ്റ്മെന്റ് ഘടകത്തെ സംബന്ധിച്ച് നിരവധി ഊഹാപോഹങ്ങളാണുള്ളത്. 3.5 എന്ന ഉയർന്ന ഫിറ്റ്മെന്റ് ഘടകം വരെ ആവശ്യപ്പെടുന്ന സംഘടനകളുമുണ്ട്. രാജ്യവ്യാപകമായി സർക്കാർ ജീവനക്കാർക്ക് 3.5 എന്ന ഫിറ്റ്മെന്റ് ഘടകം നടപ്പിലാക്കിയാൽ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെ ഇത് എങ്ങനെ ബാധിക്കുമെന്നും നോക്കേണ്ടതുണ്ട്. ഫിറ്റ്മെന്റ് ഘടകം നിലവിലുള്ള അടിസ്ഥാന ശമ്പളത്തെ പുതുക്കിയ ശമ്പളമാക്കി മാറ്റുന്ന ഒരു ലളിതമായിട്ടുള്ള ഗുണിതമാണ്. 7ാം ശമ്പള കമ്മീഷനിൽ അടിസ്ഥാന ശമ്പളം 18,000 രൂപയായിരുന്നു. 3.5 ഫിറ്റ്മെന്റ് ഘടകമായി 8ാം ശമ്പള കമ്മീഷനിൽ പരിഗണിച്ചാൽ അത് 63,000 രൂപയായി മാറും. ഇത് ഇന്നത്തെ പാദത്തിൽ നിന്ന് 250% വർധനവ് വരും. അതൊരു പ്രധാന സാമ്പത്തിക സംഭവം തന്നെയായിരിക്കും. 8ാം ശമ്പള കമ്മീഷനിൽ ഏകദേശം 50 ലക്ഷം സജീവ ജീവനക്കാരെയും 69 ലക്ഷം പെൻഷൻകാരെയും ഇത് ബാധിക്കും. 2026-27 ഇന്ത്യയുടെ ധനകമ്മി ഇതിനകം GDPയുടെ 4.3% ലക്ഷ്യമിടുന്നുണ്ട്. പലിശ പേയ്മെന്റുകൾ മൊത്തം ചെലവിന്റെ 4 ഭാഗവും ഉപയോഗിക്കും. മിക്ക വിശകലന വിദഗ്ധരും 2.86 എന്ന ഫിറ്റ്മെന്റ് ഘടകത്തെ സംഖ്യകൾ പിന്തുണയ്ക്കുന്നതിന്റെ ഉയർന്ന പരിധിയായി കണക്കാക്കുന്നു. 3.5 കൈവരിക്കാനാകുമോ എന്നത് നടപ്പാക്കുന്ന സമയത്ത് ലഭ്യമായ ധനകാര്യ ഹെഡ്റൂമിനെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. എന്തായാലും പെൻഷൻകാരും ജീവനക്കാരും ഒരേ പ്രതീക്ഷയിലാണുള്ളത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.